പ്രിയ വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കാനുള്ള ഒരു ഇലുസ്ട്രേഷനാണ് ചർച്ച ചെയ്യുന്നത്. ഇലുസ്ട്രേഷൻ നമുക്ക് തുടങ്ങാം. ഫ്രം ദ ഫോളോയിങ് ട്രയൽ ബാലൻസ് ഓഫ് മിസ്റ്റർ സന്തോഷ്, പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2020 ആൻഡ് എ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. 2020 മാർച്ച് 31 അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കണം. ദെൻ ഫിനാൻഷ്യൽ പൊസിഷൻ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം. ഈ ട്രയൽ ബാലൻസ് ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ഐറ്റം സ്റ്റോക്ക് ഓൺ 1st April 2019 ഓപ്പണിംഗ് സ്റ്റോക്കാണ് വരുന്നത്. ദെൻ ക്യാപിറ്റൽ 2,41,000, ക്യാഷ് ഇൻ ഹാൻഡ് 53,000, പർച്ചേസസ് 80,000, carriage inward 3,400, sales 1,90,000, purchases returns 1,500, sales return 3,000, investment 6,200, rent 16,800, salaries 24,000, wages 12,000, land and building 2 lakh, bills receivable 8,000, drawings 4,800, office expenses 1,200, bank loan 23,000, discount 700, commission received 800, sundry debtors 30,000, sundry creditors 17,800, furniture 18,000. ഇത്രയും ഐറ്റംസ് ആണ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ളത്. ടോട്ടൽ വരുന്നത് 4,74,100. ദെൻ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ 31st March 2020 ഈസ് ₹20,800. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ക്ലോസിംഗ് സ്റ്റോക്ക് അവർ വാല്യൂ ചെയ്തിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 20,800 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാം. ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യം രേഖപ്പെടുത്തേണ്ടത് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്കാണ് ആദ്യം രേഖപ്പെടുത്തേണ്ടത്. സ്റ്റോക്ക് ഓൺ 1st April 2019 അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അത് ഫസ്റ്റ് ഐറ്റായിട്ട് രേഖപ്പെടുത്തണം. എത്രയാണ് എമൗണ്ട്? 13,000. ദെൻ അതിനുശേഷം രേഖപ്പെടുത്തേണ്ടത് പർച്ചേസസ് ആണ്. ട്രയൽ ബാലൻസിൽ 4ാമത്തെ ഐറ്റായിട്ട് പറയുന്നുണ്ട് പർച്ചേസസ്. ആ പർച്ചേസസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ 2ാമതായിട്ട് രേഖപ്പെടുത്തേണ്ടത്. എമൗണ്ട് 80,000. പർച്ചേസസ് റിട്ടേൺസ് പറയുന്നുണ്ട്, അത് പർച്ചേസസിൽ നിന്ന് ലെസ് ചെയ്യണം. എമൗണ്ട് എത്രയാണ്? 1,500. അപ്പോൾ ആദ്യം ടോട്ടൽ പർച്ചേസസ് എഴുതി അതിൽ നിന്ന് പർച്ചേസസ് റിട്ടേൺസ് ലെസ് ചെയ്യണം. നെറ്റ് പർച്ചേസ് ആണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത് 78,500. ദെൻ ഇനി ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രയൽ ബാലൻസിൽ നിന്ന് ഇനി ഡയറക്റ്റ് എക്സ്പെൻസുകൾ കണ്ടെത്തി അതെല്ലാം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ഏതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം വരുന്നത് ക്യാരേജ് ഇൻവേർഡ്സ്. ക്യാരേജ് ഇൻവേർഡ്സ് ഡെബിറ്റ് ചെയ്യണം. എമൗണ്ട് 3,400. അതിനുശേഷം വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വേജസ്. വേജസ് ഡെബിറ്റ് ചെയ്യണം. എമൗണ്ട് 12,000. ഇത്രയും ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് ഈ ട്രയൽ ബാലൻസിൽ കാണുന്നത്. ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ആദ്യം എന്താണ് രേഖപ്പെടുത്തേണ്ടത്? സെയിൽസ് രേഖപ്പെടുത്തണം. സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസ് രേഖപ്പെടുത്തണം. സെയിൽസിൻ്റെ എമൗണ്ട് എത്രയാണ്? 1,90,000. അതിനുശേഷം ലെസ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേണിൻ്റെ എമൗണ്ട് പറയുന്നുണ്ട്. എത്രയാണ് സെയിൽസ് റിട്ടേൺ? 3,000. 3,000 അതിൽ നിന്ന് ലെസ് ചെയ്യണം. നെറ്റ് സെയിൽസ് ആണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത് 1,87,000. ഇനി എഴുതേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അത് അഡീഷണൽ ഇൻഫർമേഷനായിട്ട് താഴെ പറയുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ 31st March 2020 ഈസ് ₹20,800. ഏറ്റവും താഴെ പറയുന്നുണ്ട്. അതാണ് രേഖപ്പെടുത്തേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ആദ്യം ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും ഡയറക്റ്റ് എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്തു. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും രേഖപ്പെടുത്തി. അതിനുശേഷം ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് ആണ് കൂടുതൽ വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് വരുന്നത് 2,07,800. അത് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1,09,000. പിന്നെ നമുക്ക് എന്ത് പറയാം? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം. അപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഇൻകം സൈഡാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ്. ഇനി ഗ്രോസ് പ്രോഫിറ്റിനെ എങ്ങോട്ട് ബ്രോട്ട് ഡൗൺ ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യണം.
ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ 1,09,00,000. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇൻഡയറക്റ്റ് ഇൻകം വരുന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ വരുന്നത് ഒന്ന് റെൻ്റാണ്. റെൻ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം 16,800. ദെൻ അതിനുശേഷം സാലറി വരുന്നുണ്ട്, ഡെബിറ്റ് ചെയ്യണം എമൗണ്ട് 24,000. ദെൻ ഓഫീസ് എക്സ്പെൻസസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം എമൗണ്ട് 1,200. ഇനി അടുത്ത ഐറ്റം ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് തന്നിരിക്കുന്നത് ഡെബിറ്റ് എമൗണ്ട് കോളത്തിലാണ്. ഡെബിറ്റ് ബാലൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, അപ്പോൾ അത് എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ഡിസ്കൗണ്ട് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലാണ് തന്നതെങ്കിൽ അതിനെ ഇൻകം ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം എമൗണ്ട് 700. ദെൻ കമ്മീഷൻ റിസീവ്ഡ് അതൊരു ഇൻഡയറക്റ്റ് ഇൻകം ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം എമൗണ്ട് 800. ഇത്രയും ഐറ്റംസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത്. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത് 1,01,700. അത് ഡെബിറ്റ് സൈഡിലേക്ക് രേഖപ്പെടുത്തി, അതിനുശേഷം ബാലൻസ് ചെയ്തു. ഇൻകം സൈഡാണ് കൂടുതൽ, അപ്പോൾ കിട്ടുന്ന ബാലൻസിനെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നു, എമൗണ്ട് 59,000. ഈ എമൗണ്ട് എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കി, നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്തു. അതിനുശേഷം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഡെബിറ്റ് ചെയ്തു, ഇൻഡയറക്റ്റ് ഇൻകം ക്രെഡിറ്റ് ചെയ്തു, വീണ്ടും ബാലൻസ് ചെയ്തു. നമുക്ക് കിട്ടിയത് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. ഇപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതിയ അക്കൗണ്ടുകളാണ് ബോൾഡ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ദെൻ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡ് ലയബിലിറ്റി സൈഡ്, റൈറ്റ് സൈഡ് അസറ്റ് സൈഡ്. അപ്പോൾ ആദ്യം നമ്മൾ രേഖപ്പെടുത്തുന്നത് ലയബിലിറ്റി സൈഡിൽ ഫസ്റ്റ് ഐറ്റം ക്യാപിറ്റൽ. ക്യാപിറ്റലിൻ്റെ എമൗണ്ട് പറയുന്നുണ്ട്, എത്രയാണ്? 2,41,000. ഇപ്പോൾ ക്യാപിറ്റലിൻ്റെ എമൗണ്ടിനോട് കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. നമുക്ക് എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയത്? 59,000. ആ 59,000 ക്യാപിറ്റൽ എമൗണ്ടിനോട് കൂടെ ആഡ് ചെയ്യണം. ആഡ് നെറ്റ് പ്രോഫിറ്റ് 59,000. ടോട്ടൽ ചെയ്യുമ്പോൾ 3 lakh വരും. ദെൻ ട്രയൽ ബാലൻസിൽ ഡ്രോയിങ്സ് വരുന്നുണ്ട്. ഡ്രോയിങ്സ് എമൗണ്ട് എന്ത് ചെയ്യണം? ഈ കിട്ടിയ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്യണം. ലെസ് ഡ്രോയിങ്സ് 4,800. അപ്പോൾ അത് കുറച്ച് എഴുതുമ്പോൾ 2,95,200. ആദ്യം ക്യാപിറ്റൽ എമൗണ്ട് എഴുതി, അതിനോടുകൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു, ഡ്രോയിങ്സ് ലെസ് ചെയ്തു. ഇനി ലയബിലിറ്റീസ് ലയബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിലും രേഖപ്പെടുത്തണം. അപ്പോൾ ഇനി വരുന്നത് ലയബിലിറ്റീസ് വരുന്നത് ഏതൊക്കെയാണ്? ബാങ്ക് ലോൺ വരുന്നുണ്ട്. ബാങ്ക് ലോൺ എത്രയാണ്? 23,000. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് വരുന്നുണ്ട് 17,800. ഇത്രയും ലയബിലിറ്റീസ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഫിക്സഡ് അസറ്റുകൾ ആദ്യം രേഖപ്പെടുത്താം, അതിനുശേഷം കറണ്ട് അസറ്റുകൾ രേഖപ്പെടുത്താം. ഏതൊക്കെ ഫിക്സഡ് അസറ്റുകളാണ് വരുന്നത്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2 lakh. ദെൻ ഫർണിച്ചർ 18,000. ഇൻവെസ്റ്റ്മെൻറ്റ് 6,200. ഇപ്പോൾ ഫിക്സഡ് അസറ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി കറണ്ട് അസറ്റുകൾ രേഖപ്പെടുത്താം. കറണ്ട് അസറ്റുകൾ ക്യാഷ് ഇൻ ഹാൻഡ് 53,000. ദെൻ ബിൽസ് റിസീവബിൾ 8,000. സൺട്രി ഡെറ്റേഴ്സ് 30,000. ഇത്രയും കറണ്ട് അസറ്റുകൾ വരുന്നുണ്ട്. അതിന് പുറമെ അഡീഷണൽ ഇൻഫർമേഷനായിട്ട് വരുന്ന ക്ലോസിംഗ് സ്റ്റോക്കും ഒരു അസറ്റാണ്. പിന്നെ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇവിടെ അസറ്റ് സൈഡിൽ നമ്മൾ ആദ്യം ഫിക്സഡ് അസറ്റുകൾ എഴുതി, പിന്നീടാണ് കറണ്ട് അസറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഫിക്സഡ് അസറ്റുകളും കറണ്ട് അസറ്റുകളും മിക്സ് ചെയ്ത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്കിൽ കുറവൊന്നും വരുന്നില്ല. ഇനി ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യാം. ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 3,36,000. അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രകാരമുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. അതുകൊണ്ട് തന്നെ അസറ്റിൻ്റെ ടോട്ടൽ ഏതിന് ഈക്വൽ ആയിരിക്കണം? ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ 3,36,000 ആണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ടുകൾ തയ്യാറാക്കേണ്ടത്. ഇന്ന് നമ്മൾ ആദ്യം തയ്യാറാക്കിയത് ഏത് അക്കൗണ്ടാണ്? ട്രേഡിംഗ് അക്കൗണ്ടാണ് ആദ്യം തയ്യാറാക്കിയത്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്കും
ഡയറക്റ്റ് എക്സ്പെൻസുകളും രേഖപ്പെടുത്തി, ക്രെഡിറ്റ് സൈഡിലെ ഡയറക്റ്റ് ഇൻകം രേഖപ്പെടുത്തി. അതിനുശേഷം ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്തു, നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകങ്ങളും രേഖപ്പെടുത്തി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് നെറ്റ് പ്രോഫിറ്റ് ആണ്. ഈ നെറ്റ് പ്രോഫിറ്റിന് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടിനോട് കൂടെ കൂട്ടി എഴുതി. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റലും മറ്റ് ലാബിലിറ്റീസും രേഖപ്പെടുത്തി, അസറ്റ് സൈഡിൽ എല്ലാ അസറ്റുകളും രേഖപ്പെടുത്തി. ടോട്ടൽ ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് വരണം. കാരണം എന്താണ്, ഇത് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ടോട്ടൽ കിട്ടിയിട്ടുള്ളത് 3,36,000. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്ത ഇലിസ്ട്രേഷനിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം കൂടുതൽ ഇലിസ്ട്രേഷൻസ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ.